ഹലോ ഓൾ, PSC ടേണിംഗ് പോയിൻറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് നോക്കുന്നത്. എല്ലാവരും വീഡിയോ പൂർണ്ണമായി കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം നോക്കാം. 16ാം കേന്ദ്ര ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാൻ. ഉത്തരം ഓപ്ഷൻ ബി ആണ് അരവിന്ദ് പനഗരിയ. അരവിന്ദ് പനഗരിയയാണ് 16ാം കേന്ദ്ര ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാൻ. 16ാം കേന്ദ്ര ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാൻ ആരാണ്? അരവിന്ദ് പനഗരിയ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഡ്രഗ്സ് കൺട്രോൾ ഇൻ്റലിജൻസ് വിഭാഗം ഫാൻസി സ്റ്റോറുകളിലും മറ്റും നടത്തിയ ഓപ്പറേഷൻ. ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഓപ്പറേഷൻ സൗന്ദര്യ. ഡ്രഗ്സ് കൺട്രോൾ ഇൻ്റലിജൻസ് വിഭാഗം ഫാൻസി സ്റ്റോറുകളിലും മറ്റും നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സൗന്ദര്യ. ഓപ്പറേഷൻ സൗന്ദര്യ എന്നത് ഡ്രഗ്സ് കൺട്രോൾ ഇൻ്റലിജൻസ് വിഭാഗം ഫാൻസി സ്റ്റോറുകളിലും മറ്റും നടത്തിയ ഓപ്പറേഷനാണ്. അടുത്ത ചോദ്യം നോക്കാം. സംരംഭകരുടെ പരാതികൾ 30 ദിവസത്തിനകം പരിഹരിക്കാൻ ഓൺലൈൻ പരാതി പരിഹാര സംവിധാനം നിലവിൽ വന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം. ഉത്തരം ഓപ്ഷൻ ബി ആണ് കേരളം. കേരളത്തിലാണ് സംരംഭകരുടെ പരാതികൾ 30 ദിവസത്തിനകം പരിഹരിക്കാൻ ഓൺലൈൻ പരാതി പരിഹാര സംവിധാനം നിലവിൽ വന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് സംരംഭകരുടെ പരാതികൾ 30 ദിവസത്തിനകം പരിഹരിക്കാൻ ഓൺലൈൻ പരാതി പരിഹാര സംവിധാനം നിലവിൽ വന്നത് കേരളത്തിലാണ്. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യയിലെ ആദ്യ ചെസ് ഹൗസ് ബോട്ട് ടൂറിസം പരിപാടിക്ക് തുടക്കം കുറിച്ച ജില്ല. ഉത്തരം ഓപ്ഷൻ എ ആണ് ആലപ്പുഴ. ആലപ്പുഴയാണ് ഇന്ത്യയിലെ ആദ്യ ചെസ് ഹൗസ് ബോട്ട് ടൂറിസം പരിപാടിക്ക് തുടക്കം കുറിച്ചത്. ഇന്ത്യയിലെ ആദ്യ ചെസ് ഹൗസ് ബോട്ട് ടൂറിസം പരിപാടിക്ക് തുടക്കം കുറിച്ച ജില്ല ആലപ്പുഴയാണ്. അടുത്ത ചോദ്യം നോക്കാം. കേരള കർഷക തൊഴിലാളി യൂണിയൻ്റെ മുഖമാസികയായ കർഷക തൊഴിലാളി ഏർപ്പെടുത്തുന്ന പ്രഥമ കേരള പുരസ്കാരത്തിന് അർഹനായ വ്യക്തി. ഉത്തരം ഓപ്ഷൻ സി ആണ് VS അച്യുതാനന്ദൻ. VS അച്യുതാനന്ദനാണ് കേരള കർഷക തൊഴിലാളി യൂണിയൻ്റെ മുഖമാസികയായ കർഷക തൊഴിലാളി ഏർപ്പെടുത്തുന്ന പ്രഥമ കേരള പുരസ്കാരത്തിന് അർഹനായത്. കേരള കർഷക തൊഴിലാളി യൂണിയൻ്റെ മുഖമാസികയാണ് കർഷക തൊഴിലാളി. കർഷക തൊഴിലാളി ഏർപ്പെടുത്തുന്ന പ്രഥമ കേരള പുരസ്കാരത്തിന് അർഹനായ വ്യക്തിയാണ് VS അച്യുതാനന്ദൻ. അടുത്ത ചോദ്യം നോക്കാം. നബാർഡിൻ്റെ ചെയർമാനായി നിയമിതനായ മലയാളി ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ് KV ഷാജി. KV ഷാജിയാണ് നബാർഡിൻ്റെ ചെയർമാനായി നിയമിതനായ മലയാളി. നബാർഡിൻ്റെ ചെയർമാനായി നിയമിതനായ മലയാളി KV ഷാജിയാണ്. അടുത്ത ചോദ്യം നോക്കാം. സംസ്ഥാനത്തെ തെരുവ് വിളക്കുകൾ LED മാറ്റുന്നതിനുള്ള സംസ്ഥാന സർക്കാർ പദ്ധതി. ഉത്തരം ഓപ്ഷൻ ഡി ആണ് നിലാവ്. സംസ്ഥാനത്തെ തെരുവ് വിളക്കുകൾ LED മാറ്റുന്നതിനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതിയാണ് നിലാവ്. നിലാവ് എന്ന പദ്ധതിയിലൂടെയാണ് സംസ്ഥാന സർക്കാർ തെരുവ് വിളക്കുകൾ LED മാറ്റുന്നത്. അപ്പോൾ സംസ്ഥാനത്തെ തെരുവ് വിളക്കുകൾ LED മാറ്റുന്നതിനുള്ള സംസ്ഥാന സർക്കാർ പദ്ധതിയാണ് നിലാവ്. അടുത്ത ചോദ്യം നോക്കാം. ഏതു രാജ്യത്തിൻ്റെ അൾട്രാ വയലറ്റ് ടെലിസ്കോപ്പ് മിഷനാണ് അൾട്രാസാറ്റ്? ഉത്തരം ഓപ്ഷൻ സി ആണ് ഇസ്രായേൽ. ഇസ്രായേലിൻ്റെ അൾട്രാ വയലറ്റ് ടെലിസ്കോപ്പ് മിഷനാണ് അൾട്രാസാറ്റ്. അൾട്രാസാറ്റ് എന്നത് ഇസ്രായേലിൻ്റെ അൾട്രാ വയലറ്റ് ടെലിസ്കോപ്പ് മിഷനാണ്. അടുത്ത ചോദ്യം നോക്കാം. പ്രഥമ ഇന്ത്യൻ ലൈബ്രറി കോൺഗ്രസിൻ്റെ വേദി. ഉത്തരം ഓപ്ഷൻ ബി ആണ് കണ്ണൂർ. കണ്ണൂരാണ് പ്രഥമ ഇന്ത്യൻ ലൈബ്രറി കോൺഗ്രസിൻ്റെ വേദി. പ്രഥമ ഇന്ത്യൻ ലൈബ്രറി കോൺഗ്രസിൻ്റെ വേദി കണ്ണൂരാണ്. അടുത്തിടെ പശ്ചിമഘട്ടത്തിൽ നിന്ന് കണ്ടെത്തിയ മേഘമല വെള്ളിവരയൻ ഏത് ജീവിവർഗത്തിൽ പെടുന്നു? ഉത്തരം ഓപ്ഷൻ ബി ആണ് ചിത്രശലഭം.
അടുത്തിടെ പശ്ചിമഘട്ടത്തിൽ നിന്ന് കണ്ടെത്തിയ മേഘമല വെള്ളിവരൻ എന്നത് ഒരു ചിത്രശലഭമാണ്. മേഘമല വെള്ളിവരൻ എന്ന ചിത്രശലഭത്തെ അടുത്തിടെ പശ്ചിമഘട്ടത്തിൽ നിന്നാണ് കണ്ടെത്തിയത്. അടുത്ത ചോദ്യം നോക്കാം. അതിക്രമങ്ങൾ നേരിടാൻ സ്ത്രീകളെയും കുട്ടികളെയും വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പ്രതിരോധ മുറകൾ പരിശീലിപ്പിക്കുന്നതിനുള്ള പദ്ധതി. ഉത്തരം ഓപ്ഷൻ സി ആണ് ജ്വാല. അതിക്രമങ്ങൾ നേരിടാൻ സ്ത്രീകളെയും കുട്ടികളെയും വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പ്രതിരോധ മുറകൾ പരിശീലിപ്പിക്കുന്ന പരിപാടിയാണ് ജ്വാല. ജ്വാല എന്ന പരിപാടിയാണ് അതിക്രമങ്ങൾ നേരിടാൻ സ്ത്രീകളെയും കുട്ടികളെയും വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പ്രതിരോധ മുറകൾ പരിശീലിപ്പിക്കുന്നത്. അടുത്ത ചോദ്യം നോക്കാം. സർക്കാർ ജീവനക്കാർക്ക് പണിമുടക്കാൻ അവകാശമില്ലെന്നും പണിമുടക്കുന്നവർക്ക് ശമ്പളത്തിന് അർഹതയില്ലെന്നും വിധിച്ച ഹൈക്കോടതി. ഉത്തരം ഓപ്ഷൻ എ ആണ് കേരള. കേരള ഹൈക്കോടതിയാണ് സർക്കാർ ജീവനക്കാർക്ക് പണിമുടക്കാൻ അവകാശമില്ലെന്നും പണിമുടക്കുന്നവർക്ക് ശമ്പളത്തിന് അർഹതയില്ലെന്നും വിധിച്ചത്. സർക്കാർ ജീവനക്കാർക്ക് പണിമുടക്കാൻ അവകാശമില്ലെന്നും പണിമുടക്കുന്നവർക്ക് ശമ്പളത്തിന് അർഹതയില്ലെന്നും വിധിച്ച ഹൈക്കോടതി കേരള ഹൈക്കോടതിയാണ്. അടുത്ത ചോദ്യം നോക്കാം. ഉപഗ്രഹ ആശയവിനിമയത്തിനായുള്ള സ്പെക്ട്രം ലേലം ചെയ്യുന്ന ആദ്യ രാജ്യം. ഉത്തരം ഓപ്ഷൻ സി ആണ് ഇന്ത്യ. ഇന്ത്യയാണ് ഉപഗ്രഹ ആശയവിനിമയത്തിനായുള്ള സ്പെക്ട്രം ലേലം ചെയ്യുന്ന ആദ്യ രാജ്യം. ഉപഗ്രഹ ആശയവിനിമയത്തിനായുള്ള സ്പെക്ട്രം ലേലം ചെയ്യുന്ന ആദ്യ രാജ്യം ഇന്ത്യയാണ്. അടുത്ത ചോദ്യം നോക്കാം. മോപ്പ രാജ്യാന്തര വിമാനത്താവളം നിലവിൽ വന്ന സംസ്ഥാനം. ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഗോവ. ഗോവയിലാണ് മോപ്പ രാജ്യാന്തര വിമാനത്താവളം നിലവിൽ വന്നത്. അപ്പോൾ മോപ്പ രാജ്യാന്തര വിമാനത്താവളം ഗോവയിലാണ് നിലവിൽ വന്നത്. സ്വാഭാവികമായ വനം വീണ്ടെടുക്കുക എന്ന ലക്ഷ്യത്തോടെ വനീകരൺ പദ്ധതി ആരംഭിച്ച ജില്ലാ പഞ്ചായത്ത്. ഉത്തരം ഓപ്ഷൻ ഡി ആണ് നൂൽപ്പുഴ. നൂൽപ്പുഴ പഞ്ചായത്താണ് സ്വാഭാവികമായ വനം വീണ്ടെടുക്കുക എന്ന ലക്ഷ്യത്തോടെ വനീകരൺ എന്ന പദ്ധതി ആരംഭിച്ചത്. സ്വാഭാവികമായ വനം വീണ്ടെടുക്കുക എന്ന ലക്ഷ്യത്തോടെ വനീകരൺ എന്ന പദ്ധതി ആരംഭിച്ചത് നൂൽപ്പുഴ പഞ്ചായത്താണ്. അടുത്ത ചോദ്യം നോക്കാം. PSLVയുടെ 60ാം ദൗത്യമായ PSLV C-58 വിക്ഷേപിച്ച ദിവസം. ഉത്തരം ഓപ്ഷൻ എ ആണ് 2024 ജനുവരി 1. അപ്പോൾ 2024 ജനുവരി 1 PSLVയുടെ 60ാം ദൗത്യമായ PSLV C-58 വിക്ഷേപിച്ചത്. PSLVയുടെ 60ാം ദൗത്യമായ PSLV C-58 നിക്ഷേപിച്ചത് 2024 ജനുവരി 1. 2024 ജനുവരി 1 PSLVയുടെ 60ാം ദൗത്യമായ PSLV C-58 വിക്ഷേപിച്ചത്. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യയിലെ ആദ്യ AI സിറ്റിയായി വികസിപ്പിക്കുന്ന നഗരം. ഉത്തരം ഓപ്ഷൻ എ ആണ് ലക്നൗ. ലക്നൗ ആണ് ഇന്ത്യയിലെ ആദ്യ AI സിറ്റിയായി വികസിപ്പിക്കുന്ന നഗരം. ഇന്ത്യയിലെ ആദ്യ AI സിറ്റിയായി വികസിപ്പിക്കുന്ന നഗരം ലക്നൗ ആണ്. അടുത്ത ചോദ്യം നോക്കാം. രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ ബാങ്കിംഗ് സംസ്ഥാനം. ഉത്തരം ഓപ്ഷൻ ഡി ആണ് കേരളം. കേരളമാണ് രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ ബാങ്കിംഗ് സംസ്ഥാനം. അപ്പോൾ ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ ബാങ്കിംഗ് സംസ്ഥാനമായത് കേരളമാണ്. ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുകയാണ്. താങ്ക് യു ഓൾ.